എനിക്ക് റൗണ്ട്സിന് പോകാനുണ്ട്. പോയി വരുന്നവരെ നീ ഒന്ന് നോക്കട്ടോ. റൗണ്ട്സിന് പോവാൻ ഇതെന്താ പാർക്കോ? ഇതാരേ? വലിയ ഡോണോ? അവൻ പറയുമ്പത്തേക്കും ഈ നേഴ്സ് കൊച്ച് പേടിച്ചിട്ട് കിടന്ന് മൂളുന്നു. അല്ല ഇനിയിപ്പോ സ്ഥിരമായിട്ട് വന്ന് ഇവിടുത്തെ വല്ല മെമ്പർഷിപ്പോ എടുത്ത പേഷ്യന്റ് ആയിരിക്കും അവൻ. അല്ല മിയ, നീ ഇപ്പൊ എന്തിനാ നിന്റെ ബ്രെയിൻ സ്ട്രെയിൻ കൊടുക്കുന്നേ? ദേ കൺമുന്നിൽ തന്നെ നേഴ്സ് ഉണ്ട്. നേഴ്സിനോട് ചോദിച്ചാ പോരെ? അല്ല ഞാനൊരു ഡിറ്റക്റ്റീവ് ആണെന്ന് എനിക്കറിയാം, എന്റെ ബ്രെയിനും അറിയാം. പിന്നെ വെറുതെ എന്തിനാ ഇവന്റെ കാര്യത്തിന് ഇങ്ങനെ അലഞ്ഞു തിരിയുന്നേ? ഡയറക്റ്റ് ആയിട്ട് ഈ നേഴ്സിനോട് തന്നെ ചോദിച്ചാ പോരെ? അപ്പൊ കിട്ടുമല്ലോ എല്ലാത്തിനും ഉത്തരം. മാം ഡാൻ വരീട്ടോ. മാമിനെ ഒരു 7:30 ഒക്കെ ആവുമ്പോ തന്നെ ഡിസ്ചാർജ് ചെയ്യാട്ടോ. ഓ ഓക്കേ. അല്ല ഞാനൊരു ഡൗട്ട് ചോദിച്ചോട്ടെ? യാ മാം. എന്താ മാം ഡൗട്ട്? അല്ല ഇപ്പോ ഇവിടെ അടുത്ത് നിന്നില്ലേ ആര്? സിദ്ധാർത്ഥ സാറോ? ആ അവനല്ലേ മാം? അല്ല ഇയാളിപ്പോ എന്തിനാ പേടിക്കുന്നേ? ഞാനേ അവനല്ലേ പറഞ്ഞേ മാം. അത് പിന്നെ സാറിനെ പറ്റി അറിഞ്ഞിട്ടാണോ? അതൊക്കെ അറിഞ്ഞോണ്ടന്നെയാ. ആള് വലിയ ഡോണാന്ന് ആള് വിചാരം. പക്ഷെ 5 പൈസക്ക് കൊള്ളത്തില്ല. അറിയോ, ഇവന് എന്റെ കോളേജിൽ വന്നിട്ടെ എന്റെ മുന്നിൽ വലിയ വമ്പത്തിലായിരുന്നു. അന്ന് എന്നെ കണ്ട് പേടിച്ച് പറഞ്ഞതാ. പിന്നെ ഞാൻ അവനെ ഇപ്പൊ ഈ ലിഫ്റ്റിൽ വെച്ചിട്ടാ കാണുന്നേ. അവൻക്ക് എന്നെ കാണുമ്പോഴേ നല്ല പേടിയാ. എന്നോടൊന്നും നിങ്ങളോട് കയർത്ത് കയറുന്ന പോലെ കയർത്ത് കയറാൻ പറ്റില്ല. അതുകൊണ്ടാ ചോദിക്കുന്നേ. അല്ല ഒരു ഡൗട്ട് ഉണ്ട്. ഇവൻ ഇവിടെ എന്താ ചെയ്യുന്നേ? സാറോ? ആ അവനല്ലേ? അപ്പൊ ശരിക്കും മാഡത്തിന് സാറിനെ പറ്റി ഒന്നും അറിയില്ലല്ലേ? അറിയോന്ന് വെച്ചാ അറിയാം. അവിടെ ഇവിടെ ആയിട്ട് ഏകദേശം. ഞാൻ പറഞ്ഞല്ലോ എന്റെ കോളേജിലെ ഒരു ദിവസം ഈ സിദ്ധാർത്ഥൻ വന്നിട്ടുണ്ടായിരുന്നു. അന്നേരെ പള്ളം നിറച്ച് നല്ല തികച്ചും കൊടുത്തു വിട്ടതാ. അതിനുശേഷം അവൻക്ക് എന്നെ കാണുന്നതേ പേടിയാ. ആർക്ക്? സിദ്ധാർത്ഥ സാറിനോ? അതേനെ. എന്റെ വിശ്വാസമായിരുന്നില്ലല്ലേ? അങ്ങനെ തോന്നൂ. കാണുന്നവർക്ക് അങ്ങനെ തന്നെ തോന്നൂ. ഇപ്പൊ നോക്കിയേ, നിന്നോട് അവൻ കയർത്ത് സംസാരിച്ച്. പക്ഷെ എന്റെ അടുത്ത് എങ്ങനെയായിരുന്നു? കമാന്ന് രക്ഷമിണ്ടിയോ? ഇല്ലല്ലോ. അവനെ നാടിനെ ഉറപ്പിക്കുന്ന ഡോണാണെങ്കിലും എനിക്ക് മുന്നിലേ അവൻ പൂച്ചക്കുട്ടിയാ, പൂച്ചക്കുട്ടി. എന്റെ മുന്നിലേ പതുങ്ങത്തേ ഉള്ളൂ, പായത്തില്ല. എന്തേ ഇപ്പോഴും വിശ്വാസായില്ലേ? ഷോ പാവം. എന്നാലും സിദ്ധാർത്ഥ സാറിന്റെ ഗസിങ് എവിടെയും പഴച്ചിട്ടില്ല. ലിഫ്റ്റിൽ നടന്ന ഫയർ ആക്സിഡന്റില് ഷോക്കിംഗ് ആയി എന്തോ ഒരു തകരാറ് സംഭവിച്ചിട്ടുണ്ടെന്നാ തോന്നുന്നേ. ഇതായിരിക്കും മിക്കവാറും ഇതിന്റെ ഫസ്റ്റ് സ്റ്റേജ്. ഇപ്പൊ തന്നെ ചികിത്സിച്ചാ മാറാവുന്നതേ ഉള്ളൂ. എന്തായാലും ഇവരെ ഒബ്സർവ് ചെയ്തിട്ട് സാറിനോട് കാര്യം പറയണം. അല്ലാന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഹോസ്പിറ്റലിന്റെ ചീത്ത പേര്. എന്താ സിസ്റ്റർ എന്തെങ്കിലും നോക്കുന്നേ? ഹേയ് ഒന്നുമില്ല മാം. മാം ഒന്നും കൊണ്ട് ബേജാറാണ്ട് കേട്ടോ. നമ്മുടെ ഹോസ്പിറ്റലേ ഈ സിറ്റിയിൽ തന്നെ ഏറ്റവും വലുതാ. എന്ത് കേസസ് വന്നാലും നമ്മൾ ഹോസ്പിറ്റലിൽ കൈവിടത്തില്ല. അതുകൊണ്ട് ഇത് ഫസ്റ്റ് സ്റ്റേജാ. ഇപ്പൊ തന്നെ ചികിത്സിച്ചാ വേഗം മാറാവുന്നതേ ഉള്ളൂ. മാം പേടിക്കണ്ട, ഞങ്ങൾ എല്ലാരും ഇല്ലേ. അല്ല ആരെ ചികിത്സിക്കുന്ന എന്ത് ചികിത്സിക്കുന്ന കാര്യം പറയുന്നേ? ഇനിയിപ്പോ അവനെ പോലെ തന്നെ ഇവിടെയുള്ള സ്റ്റാഫുകൾക്കും ഒരു പിരി പോയതായിരിക്കോ? പറയാൻ പറ്റത്തില്ല. പേഷ്യന്റ് ആയിട്ടുള്ള അവനെ തന്നെ എന്തോ ഈ ഹോസ്പിറ്റലിന്റെ ഓണർ എന്ന നിലയ്ക്കല്ലേ അങ്ങ് താങ്ങി പിടിക്കുന്നേ. അപ്പൊ പിന്നെ ഇതൊക്കെ സ്വാഭാവികം. ചേട്ടായിയുടെ ചക്കരേ. ഇതെന്താ വിളി? ആ ഇനി ചേട്ടന്റെ മുത്ത് ആ കണ്ണൊന്ന് തുറന്നേ. എങ്ങനെയുണ്ട്? ക്രഷ് അടിച്ചോ? പേടിയാണോ? ചേടാ അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ? അപ്പൊ നിനക്ക് ഈ കോക്രോച്ചിനെ കണ്ട് പേടിയില്ല അല്ലേ? ഇല്ല അങ്ങനെ ഞാൻ ദൂരെ കളയത്തില്ല. നിനക്ക് പേടിയുണ്ടെന്ന് പറ, ഇപ്പൊ തന്നെ കളയാം. അല്ലാത്ത പക്ഷം ഇത് നിന്റെ കയ്യിൽ വെച്ച് നീ ഇനെ തലോടുന്ന എനിക്ക് കാണുന്നേ. ഞാനാണ് കളിക്കുന്നേ, നീയാണോ കളിക്കുന്നേ? നീയല്ലേ പറഞ്ഞേ നിനക്ക് പേടിയില്ലെന്ന്. അപ്പൊ പിന്നെ നിന്റെ കൈ കാട്ട്, ഞാൻ വെച്ചു തരാം. നിനക്ക് തലോടാൻ മടിയാണെങ്കിൽ കുഴപ്പമില്ല. നീയേ കൈ കാണിക്ക്, ഞാൻ കയ്യിൽ മാത്രം വെച്ചുതരാം. ഒരു 2 സെക്കൻഡ് നീ ഇത് കയ്യിൽ ഹോൾഡ് ചെയ്താൽ മതി. നിനക്ക് പേടിയില്ലെന്ന് ഞാൻ സമ്മതിക്കാം. അതോടൊപ്പം ഞാൻ ഈ ചലഞ്ചിൽ തോറ്റെന്ന് ഞാൻ സമ്മതിക്കാം. എന്തേ ഡീൽ ഓക്കെ അല്ലേ? അതിന് നീ വിളിച്ചിട്ട് ആന്റി വന്നാലല്ലേ? നിന്റെ ആന്റിയെ എപ്പോ വേണമെങ്കിലും വിളിച്ചാ വരും. പക്ഷേ ആന്റിന്റെ അങ്കിളിനോട് സംസാരിച്ചോണ്ടിരിക്കുമ്പോഴേ മല തന്നെ ഇടിഞ്ഞു വീണാലും ആന്റി വരത്തില്ല. അതുകൊണ്ടേ അതാലോചിച്ച് മക്കൾ വെറിയിഡ് ആവണ്ട കേട്ടോ. എനിക്ക് കോക്രോച്ചിനെ ഒട്ടും ഇഷ്ടമില്ല. നീ വേറെ എന്താ പറഞ്ഞാലും ഞാൻ കേൾക്കാം. പക്ഷേ ഇതെനിക്ക് തീരെ ഇഷ്ടമില്ല.
നിനക്ക് കോക്രോച്ചിനെ മാത്രമല്ലല്ലോ ഇഷ്ടമല്ലാത്തെ, എന്നെ പോലും ഇഷ്ടമല്ല. പക്ഷെ ഞാൻ പറഞ്ഞ ചാലഞ്ച് നീ അപ്സെറ്റ് ചെയ്തില്ലേ, അപ്പോ ഈ കോക്രോച്ചിനെ അടുത്ത് കയ്യിൽ വെക്കണ ചാലഞ്ചും അപ്സെറ്റ് ചെയ്യുന്നേ. അയ്യോ കിം, ഞാൻ എങ്ങനെ നിന്നോട് പറയാ? അതായത് നിനക്കെന്നെ അറിയാലോ, ഗേൾസിനൊക്കെ ഈ കോക്രോച്ചിനോട് പോരട്ടെ കോക്രോച്ചിനോട് ചെറിയൊരു അറപ്പും വെറുപ്പൊക്കെ ഇല്ലേ? ഷേ, അങ്ങനെയൊക്കെ ഉണ്ടോ? കോക്രോച്ചിനെ കണ്ടാല് അറപ്പും വെറുപ്പാ. അതാ ഞാൻ പറഞ്ഞേ, ഗേൾസിനൊന്നേ പൊതുവെ കോക്രോച്ചിനെ ഇഷ്ടമല്ല. അതേപോലെ തന്നെ എനിക്ക് ഈ കോക്രോച്ചിനെ ഇഷ്ടമില്ല. പ്ലീസ് കിം, അതിനൊന്ന് ദൂരെ കളാ. എന്റെ പൊന്നു കിമ്മല്ലേ. ദേ, നീ എന്റെ കോക്രോച്ചിനെ അത്ര നിസ്സാരക്കാരാക്കണ്ട. എന്റെ കോക്രോച്ചേ ആളൊരു സെലിബ്രിറ്റിയാ. സെലിബ്രിറ്റിയാ? ഇവനെന്താ വട്ടാണോ? എന്തേ മനസ്സിലായില്ലേ? ഓഗിയൻ കോക്രോച്ചസ് എന്ന് കേട്ടിട്ടുണ്ടോ? അതില് സെലിബ്രിറ്റിയാണ് ആള്, മനസ്സിലായോ? നീ വിചാരിക്കുന്ന പോലെ ചില്ലറക്കാരനൊന്നുമല്ല. ഓ, ഇവന്റെ അവസ്ഥയിലൊക്കെ ഒരു കോമഡി പറച്ചില്. ഇപ്പൊ ഞാൻ എന്താ ചെയ്യാ? പേടിയാന്ന് സമ്മതിച്ചാ ഈ ചാലഞ്ചിൽ ഞാൻ തോറ്റു കഴിഞ്ഞാ പിന്നെ പറയണ്ടല്ലോ. എന്താ ക്ലാര, നിനക്ക് ഇതിനെ കണ്ടിട്ട് പേടിയാവുന്നുണ്ടോ? പേടിയില്ല കിം. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഇതിനോട് ഇഷ്ടക്കുറവാ. എനിക്ക് ഇതിനൊട്ടും ഇഷ്ടമല്ല. അതുകൊണ്ടാ പറയണേ. എന്റെ പൊന്നല്ലേ, എന്റെ ചക്കരയല്ലേ, അതിനൊന്ന് ദൂരെ കളയേ പ്ലീസ്. ഇങ്ങനെ പറഞ്ഞോണ്ടിരുന്നിട്ട് കാര്യമില്ല, നിന്റെ കയ്യിലോട്ട് വെച്ച് തരാം. അപ്പൊ അറിയാലോ പേടിയാണോ അറപ്പാണോ വെറുപ്പാണോ എന്നൊക്കെ. റെഡി, 1 2 3. ക്ലാര, മാമിനോട് സാറിന്റെ ക്യാബിൻ റൂമിലേക്ക് വരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഒന്ന് ചെല്ലുവോ മാം? അല്ല, ഇവിടെ പേഷ്യൻസിനും ക്യാബിൻ റൂം ഉണ്ടോ? ബെസ്റ്റ്, ഒരു വെറൈറ്റി ഹോസ്പിറ്റൽ തന്നെ. എന്തായാലും വേണ്ടില്ല. അല്ല, അവൻ എന്തിനായിരിക്കും വിളിച്ചിട്ടുണ്ടാവാ? ഇനിയിപ്പോ എന്തെങ്കിലും സോറി ചോദിക്കാനായിരിക്കോ? അതൊക്കെ കുറച്ച് ഓവറല്ലേ മിയ? ഇനിയിപ്പോ വേറെന്തെങ്കിലും ആയിരിക്കോ? എന്തായാലും വേണ്ടില്ല, പോയി നോക്കാം. മാം, ഒന്ന് പെട്ടെന്ന് ചെല്ലണേ. ഓക്കെ, നേരെ പോയി ലെഫ്റ്റിലോട്ട് തിരിഞ്ഞാ മതി കേട്ടോ. ഓക്കെ. പാവം മാഡം എന്തായാലും ഒന്നും കൊണ്ട് പേടിക്കണ്ട. ഞങ്ങൾ സാറിന്റെ വലിയ മനസ്സിനെ സാറ് ഒരു ഉറുപ്പ്യ പോലും പേടിക്കാതെ നിങ്ങൾ അസുഖങ്ങളൊക്കെ ഭേദാക്കി തരും. മാം പഴയ പോലെ തന്നെ ആവും. നാളത്തെ അപ്പോയിന്റ്മെന്റ് ഒക്കെ എനിക്ക് ഇന്ന് തന്നെ നൈറ്റ് മെയിൽ ചെയ്യാൻ പറയും. ഓക്കെ സർ. നാളെ ഏതെങ്കിലും ഡെലിവറി കേസസ് ഉണ്ടോ? ഹേയ് ഇല്ല സർ, ഡേറ്റ്സ് ഒക്കെ വരുന്നത് മാർച്ച് 10th മുതൽ അങ്ങോട്ടാ. ഓക്കെ. ഇനിയിപ്പോ എന്തെങ്കിലും എമർജൻസി കേസസ് ഉണ്ടെങ്കിൽ വിളിക്കാൻ മടിക്കണ്ട. അന്നത്തെ പോലെ തന്നെ ഡോക്ടേഴ്സ് അവൈലബിൾ അല്ലെങ്കിൽ എന്തെങ്കിലും വിളിച്ചോണ്ടിട്ടോ. യെസ് സർ, എന്തായാലും വിളിക്കാം. ഓക്കെ. എന്നാ ഞാൻ പോട്ടെ സർ. മേ കമേ? യാ മാം, നിങ്ങൾ അകത്തോട്ട് പോയിക്കോളൂ. സർ നിങ്ങളെ വെയിറ്റ് ചെയ്യുന്നേ. എന്നെ വെയിറ്റ് ചെയ്യണമെന്നോ? ആരെന്റെ ലൈഫിൽ തിരിച്ചു കാണരുതെന്ന് വിചാരിച്ചോ, അവളെ തന്നെ കാണുകയും ചെയ്ത് ഇപ്പതേ അവളോട് സംസാരിക്കേണ്ട ഒരു അവസ്ഥ വരികയും ചെയ്ത്. കൂൾ സിദ്ധാർത്ഥ്, നീ ഇപ്പൊ ഇരിക്കുന്ന ഇടം നോക്ക്. ഇവിടെ നിനക്ക് പക വീട്ടാനുള്ള ഇടമല്ല. ഇവിടെ നീ ഒരു ഡോക്ടർ മാത്രം. സോ ഒരു ഡോക്ടർ എന്ന നിലയ്ക്ക്, ഈ ഹോസ്പിറ്റലിന്റെ ഹെഡ് എന്ന നിലയ്ക്ക് നിനക്കിപ്പോ അവളോട് സംസാരിച്ചേ പറ്റൂ. എന്താ ഇങ്ങനെ മിഴിച്ചു നോക്കുന്നേ? ഇരിക്കേ. തുടങ്ങി. അല്ലേലും എന്റെ ഗസ്സിങ് എവിടെയും പഴിച്ചിട്ടില്ല. ഇത് രണ്ടാമത്തെ സ്റ്റേജ് ആണെന്ന് തോന്നുന്നേ. സൈലന്റ് ആയിട്ടിരിക്കും, പെട്ടെന്ന് വയലന്റ് ആവും. സിദ്ധു കുറച്ച് കെയർഫുൾ ആയിട്ട് തന്നെ ഡീൽ ചെയ്യും. എന്നാൽ എന്റെ സിദ്ധു ഇതെങ്ങനെ സാധിക്കുന്നേ? ഗൈനക്കോളജിസ്റ്റ് ആയിട്ട് പഠിച്ച നീ ഇപ്പൊ ഇവക്ക് വേണ്ടി സൈക്കോളജിസ്റ്റ് ആയിട്ട് മാറുന്നോ? എന്ത് ചെയ്യാൻ, എല്ലാം എന്റെ നേരം. ഹലോ, എക്സ്ക്യൂസ് മീ. അത് എനിക്കറിയാലോ, ഞാൻ പറഞ്ഞോ ഇതിപ്പോ സെക്യൂരിറ്റിന്റെ യൂണിഫോം ആണ്.
ഇതുവരെ വിചാരിച്ചത് കയ്യിൽ ഒതുങ്ങുന്ന കേസാന്നാ. ഇതിപ്പോ പിടുത്തം വിട്ട്. എന്തായാലും വലിയ ഷോക്ക് ട്രീറ്റ്മെന്റ് തന്നെ വേണ്ടി വരും.